ഗ്രേസിന് എനിക്കൊരു നേരത്തെ പറഞ്ഞിരുന്നു സൈക്കോ ഒന്നും പറയരുതെന്ന്, എങ്കിലും അതുപോലത്തെ ക്യാരക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ച് അത്യാവശ്യം നല്ലൊരു പരിചയം തോന്നുന്നു അല്ലെ? നമ്മുടെ ആസ്ഥാന സൈക്കോ ആയ ഷമ്മിയിൽ നിന്ന് തുടങ്ങി അല്ലെ? എന്താണ് ഈ ക്യാരക്ടറിനെ കുറിച്ച്? എന്തോ സൈക്കോ കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ അതിലേക്ക് കൊണ്ടിടുന്നത് ഒരു ശീലമായി എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇല്ല, അങ്ങനെയല്ല. സുരേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഇതിനെ അങ്ങനെ നമുക്ക് സൈക്കോ എന്ന് വിളിക്കാൻ പറ്റില്ല. അത് അയാളുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണ്. ഐ മീൻ എല്ലാവരുടെയും അതെ, പക്ഷേ ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഷമ്മിയെ കാണുന്ന പോലെയൊന്നുമല്ല. സുരാജേട്ടൻ്റെ കൂടെ ഞാനിത് രണ്ടാമത്തെ പടമാണ്. നാഗേന്ദ്രൻസിലാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തത്. ലിസ്നേട്ടൻ്റെ കൂടെ ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ എന്തോപോലെ അതെ, നമ്മളിങ്ങനെ വന്ന് ഈ ഇത്രയും ഇങ്ങനെ ഇരിക്കുന്നതിൽ ഈ വൃത്തികേട് കാണുമ്പോൾ നമ്മുടെ വൃത്തികേട് ഒന്നുമല്ല. ഇത് ലിസിന്റെ ഐഡിയ ആയിപ്പോയി, ഒന്നും പറയാൻ പറ്റില്ല. പ്രൊഡ്യൂസർ ഞാൻ വാങ്ങിയായിരുന്നു, ചോദിച്ചു മേടിച്ചായിരുന്നു. അതെ, എനിക്കൊന്നും പറയാൻ പറ്റില്ല, നമ്മളെ കണക്കൊന്നും തീർത്തില്ല. 20-ാം തീയതി കഴിയട്ടെ സുരേട്ടാ. അതാ ഞാൻ പ്രൊഡ്യൂസറിന്റെ ഐഡിയ ആയി, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇടണമെന്ന് പറഞ്ഞാൽ പോട്ടിടണം, അത്രേ ഉള്ളൂ. ഗ്രേസ് നല്ല എക്സ്ട്രാ ഡീസന്റ് ആയിട്ടല്ലേ? ആണോ? ആണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എനിവേ, അമീർക്കാണ് എന്നെ പടത്തിലേക്ക് വിളിക്കുന്നത്. ഞാൻ അമീർക്കയുടെ കൂടെ ഹലാൽ ലവ് സ്റ്റോറി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു അമീർക്ക. ഇതിന്റെ റൈറ്റർ ആസിഫ് കെയും അതിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഗ്രോത്ത് അതിന്റെ കൂടെ വീണ്ടും ഭാഗമാകാൻ പറ്റിയത് ആക്ച്വലി. ക്യാരക്ടർ ഞാൻ സുരാജേട്ടൻ്റെ സിസ്റ്ററായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം ഭാര്യയിൽ നിന്നും സിസ്റ്ററിലേക്കാണ് ഇപ്പോൾ. ഐ മീൻ നാഗേന്ദ്രനിൽ വൈഫായിരുന്നല്ലോ, ഇപ്പൊ സിസ്റ്ററായിട്ടാണ് ഇതിൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയാനുള്ളത്, സിനിമയെ കുറിച്ച് പറയാനുള്ളത്? ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ രണ്ടാമത്തെ പ്രസ് മീറ്റ് ആണെന്ന് പ്രേമലു കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ വരുന്ന ഒരു മേജർ റിലീസും കൂടെയാണ്. ഈ പറഞ്ഞ പോലെ അമരനാണ് വന്നത്. അപ്പോൾ പ്രേമലു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എപ്പോഴും നമ്മളൊരു ഹിറ്റ് സിനിമയുടെ ഭാഗമായി കഴിഞ്ഞിട്ട് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് നമുക്കൊരു തുടക്കം കിട്ടുമ്പോൾ അടുത്തത് നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഭയങ്കരമായിട്ട് വരും. നമുക്കും ഭയങ്കര പ്രഷർ വരാറുണ്ട്. അപ്പം അങ്ങനെ ഈ കഥകളൊക്കെ കേട്ടിരിക്കുന്ന സമയത്താണ് ആമീർ ബ്രോ വന്നിട്ട് ഈ കഥ പറയുന്നത്. കഥ കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഹുക്കിംഗ് ആയിട്ട് തോന്നിയൊരു കഥയായിരുന്നു. അപ്പം എന്തായാലും ഇത് ചെയ്യണം എന്ന് തീരുമാനിച്ച് അങ്ങനെ വേറെ ചില പടങ്ങളുമായിട്ട് ക്ലാഷൊക്കെ വന്നെങ്കിൽ ഞാൻ ഫൈനലി ഇത് തന്നെ അങ്ങ് ചാടി പിടിച്ചു. എനിക്കിത് ചെയ്യണം എന്നുള്ളൊരു, പ്രത്യേകിച്ച് സുരാജേട്ടൻ്റെ ഒരു പ്രൊഡക്ഷനായിരുന്നു. ക്രിസ്ത്യൻ ചേട്ടനും ഒരുമിച്ചുള്ള പ്രൊഡക്ഷനാണ്. പിന്നെ ഇപ്പം ഞാൻ വിനയ മാമിനൊക്കെ നമ്മൾ കൊച്ചിയിലെ മണിച്ചിത്രത്താഴ് കണ്ടപ്പോൾ മുതൽ നമ്മൾ അഡ്മയർ ചെയ്യുന്നൊരു ആക്ട്രസ്സാണ്. പിന്നെ ഗ്രേസ് ആണെങ്കിലും സുരാജേട്ടനാണെങ്കിലും ഞാൻ സുരാജേട്ടൻ ഫാൻ ബോയ് ആണ്. ഞാൻ ചെറുതിലെ ഈ പറഞ്ഞ പോലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മിമിക്രിയൊക്കെ ചെയ്താണ് തുടങ്ങിയത്. അന്ന് സുരാജേട്ടൻ്റെ ഷോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറുന്നത്. അപ്പോൾ ആ ഒരു ഭാഗ്യം കിട്ടി. സുരാജേട്ടൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിലും ഒരു നല്ല റോളിൽ എന്നെ വിളിച്ചില്ല. താങ്ക് യു സോ മച്ച് സുരാജേട്ടാ. അപ്പോൾ 20-ാം തീയതിയാണ് റിലീസ്. 20-ാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ താങ്ക് യു ചേട്ടാ. ബർത്ത്ഡേക്ക് സ്വന്തമായിട്ട് റിലീസുള്ള നടൻ എന്നുള്ളൊരു റെക്കോർഡും കൂടെ അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. എനിക്ക് തോന്നുന്നു ഫാമിലി ആയിട്ട് വന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു സിനിമയാണ്. എല്ലാവരുടെയും നല്ല പെർഫോമൻസ് ഉണ്ട്. പ്രത്യേകിച്ച് സുരാജേട്ടൻ്റെ പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും സുരാജേട്ടൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. വിനീതേട്ടൻ, സുധീറേട്ടൻ എല്ലാവരും ഉണ്ട്. വിനീതേട്ടനും ഞാനുമായിട്ടുള്ള കുറേ നല്ല പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ തിയേറ്ററിൽ കാണുക. എന്നിട്ട് 20-ാം തീയതി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലും നമ്മുടെ പേഴ്സണൽ ഇൻബോക്സിലൊക്കെ പറഞ്ഞ് നമ്മളെ അറിയിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരോടും പറയുക, കാണാൻ പറയുക. താങ്ക് യു സോ മച്ച്. അഭിനയിക്കുന്ന പടങ്ങളൊക്കെ 100 കോടി 200 കോടി പോവാ. പ്രേമലു 100 കോടി, അമരൻ 200 കോടി. അപ്പൊ അതുകൊണ്ടാണ് എന്നെ കാസ്റ്റ് ചെയ്തെന്ന് സുരാജേട്ടൻ പറഞ്ഞേടാ, അവനെ വിളിച്ചോ. ലക്കി സ്റ്റാർ ആണല്ലേ? അതെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്.